കോഴിക്കോട് ലോ കോളേജിൽ KSU പ്രവർത്തകരെ SFIക്കാർ മർദ്ദിച്ചെന്ന് പരാതി. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണം. മർദ്ദനത്തിൽ KSU പ്രവർത്തകൻ അമലിന് പരിക്കേറ്റു. ആക്രമണത്തിൽ KSU കോളേജ് പ്രിൻസിപ്പാളിനെതിരെ പരാതി നൽകി. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബെൻസൺ, എന്താണ് സംഭവം? ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് കോഴിക്കോട് ലോ കോളേജിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇതിൽ KSU പറയുന്നത് ഈ ലോ കോളേജിൽ തുടർച്ചയായി ഇത്തരത്തിൽ KSUവിന്റെ കൊടികളും കൊടിതോരണങ്ങളും SFI പ്രവർത്തകർ നശിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായി രാത്രികാലങ്ങളിൽ അവിടെ കോളേജിലെത്തി ഈ KSU പ്രവർത്തകർ ഇതാരാണ് നശിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി അല്ലെങ്കിൽ 1 മണിയോടുകൂടി ഇവർ ക്യാമ്പസിനകത്ത് നിൽക്കുമ്പോഴാണ് SFI പ്രവർത്തകർ വരികയും അകാരണമായി മർദ്ദിക്കുകയും ചെയ്തത് എന്ന് പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മർദ്ദനത്തിൽ അമൽ എന്ന KSU പ്രവർത്തകന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അമലിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് KSU കോളേജ് പ്രിൻസിപ്പലിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ മർദ്ദിച്ചത് യൂണിയൻ ജനറൽ സെക്രട്ടറി ഹൃദിക്, അതോടൊപ്പം തന്നെ SFI പ്രവർത്തകനായിട്ടുള്ള ആസിഫ് എന്നിവർ ചേർന്നാണ് ഈ യുവാവിനെ മർദ്ദിച്ചതെന്നാണ് KSU പറയുന്നത്. ഇതേ വിഷയത്തിൽ SFI നൽകുന്ന വിശദീകരണം ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കും. അതിൽ അകാരണമായിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം KSUവിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് SFI ജില്ലാ നേതൃത്വം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ലോ കോളേജിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ SFIക്കായിരുന്നു വിജയം. അപ്പോൾ ഈ ക്യാമ്പസിലെ തോൽവിക്ക് പിന്നാലെ KSU ക്യാമ്പസിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി പലപ്പോഴായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായതെന്നും SFI പറയുന്നുണ്ട്. അപ്പോൾ വിഷയത്തിൽ കോളേജ് അധികൃതർ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.